വടക്കൻ കസാക്കിസ്ഥാനിലെ വിജനമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രാമങ്ങൾ, കലാച്ചിയും ക്രാസ്നോഗോർസ്കും. റഷ്യൻ ജർമ്മൻ വംശജരും കസാക്ക് വിഭാഗക്കാരുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. വിശാലമായ പുൽമേടുകളിൽ ലളിതമായ കാർഷിക ജീവിതം നയിക്കുന്നവരാണ് ഈ നാട്ടുകാർ. കലാച്ചി ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുമുണ്ട്. നിഗൂഢമായ ഉറക്കരോഗമാണ് ആ പ്രത്യേകത. 2013 ഈ രണ്ട് ഗ്രാമങ്ങളിൽ വിചിത്രമായ ചിലത് സംഭവിക്കാൻ ആരംഭിച്ചു. അവിടുത്തെ ആളുകൾ പെട്ടെന്ന് ആഴത്തിലേക്കുള്ള ഉറക്കത്തിലേക്ക് വീഴാൻ തുടങ്ങി. ഇത് പലരിലും 2 മുതൽ 6 ദിവസം വരെ നീണ്ടുനിന്നു. ഇതോടെ കലാച്ചിക്ക് സ്ലീപ്പി ഹോളോ എന്ന് വിളിപ്പേര് വീണു. എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഇത്തരത്തിൽ ബോധരഹിതരാകുന്നത്? അതിനു പിന്നിലുള്ള നിഗൂഢത കണ്ടെത്താൻ വർഷങ്ങൾ നീണ്ട ശാസ്ത്രീയ അന്വേഷണങ്ങൾ തന്നെ വേണ്ടിവന്നു. 2010 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത്. 2013 സ്ഥിതി ഗുരുതരമായി. ഗ്രാമത്തിലെ ജനസംഖ്യയുടെ 4/1 ഭാഗത്തെ ഈ രോഗം ബാധിച്ചു. സ്കൂളിലെ കുട്ടികൾ മുതൽ മറ്റു ജോലികൾ ചെയ്യുന്ന പ്രായമായവർ വരെ ഒരു വിവേചനവുമില്ലാതെ ഈ ഉറക്കരോഗത്തിന് ഇരയായി. ഇതൊരു സാധാരണ ഉറക്കമായിരുന്നില്ല. ആർക്കും ഉണർത്താൻ കഴിയാത്ത വിധം അഗാധമായ ബോധക്ഷയമായിരുന്നു അത്. ദിവസങ്ങൾക്ക് ശേഷം ഉണരുമ്പോൾ പലർക്കും ഓർമ്മക്കുറവ് അനുഭവപ്പെട്ടു. തങ്ങൾ ഉറങ്ങിയ ദിവസങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. ചിലർക്ക് മതിഭ്രമമുണ്ടായി. മുഖത്ത് ഒച്ചുകൾ എഴയുന്നതായും ചിറകുള്ള കുതിരകളെയും കാണുന്നതായി കുട്ടികൾ പറഞ്ഞു. തലക്കറക്കം, ഓക്കാനം, ബോധരഹിതരാകുന്നതിനു മുൻപ് മദ്യപിച്ചവരെ പോലെയുള്ള പെരുമാറ്റം എന്നിവ സാധാരണമായിരുന്നു. ഈ ഉറക്കരോഗം ഗ്രാമവാസികളുടെ ദൈനംദിന ജീവിതത്തെ ആഴത്തിൽ ബാധിച്ചു. അവർക്കിടയിൽ ഭയവും അരക്ഷിതാവസ്ഥയും വളർന്നു. വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും വരെ ഈ രോഗം ബാധിച്ചു. വർഷങ്ങളോളം ഇതിന്റെ കാരണം അജ്ഞാതമായി തന്നെ തുടരുകയായിരുന്നു. ശാസ്ത്രജ്ഞർ പ്രദേശത്തെ മണ്ണ്, വെള്ളം, വായു എന്നിവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തി. ചിലർ കലാച്ചിയെപ്പറ്റി പല കഥകൾ മെനഞ്ഞു. ഗ്രാമവാസികൾക്ക് ഒരുമിച്ച് മാനസിക വിഭ്രാന്തി ബാധിച്ചതാണെന്നും വ്യാജമദ്യത്തിന്റെ അനന്തരഫലമാണെന്നും പറഞ്ഞു. അതല്ല, വൈറസ് അണുബാധകൾ, റേഡിയേഷൻ എന്നിങ്ങനെ പല സിദ്ധാന്തങ്ങളും ഉയർന്നുവന്നു. 1990കളിൽ അടച്ചുപൂട്ടിയ സോവിയറ്റ് കാലഘട്ടത്തിലെ ഒരു യുറേനിയം ഖനിക്കടുത്താണ് കലാച്ചി സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ റേഡിയേഷൻ സംശയപ്പെട്ടെങ്കിലും പരിശോധനകളിൽ അപകടകരമായ അളവ് കണ്ടെത്തിയില്ല. പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ 2015 ജൂലൈയിൽ കസാക്കിസ്ഥാൻ സർക്കാർ ഇതിന്റെ കൃത്യമായ കാരണം പ്രഖ്യാപിച്ചു. കാർബൺ മോണോക്സൈഡ് വിഷബാധയും ഓക്സിജന്റെ കുറവും അതായിരുന്നു കലാച്ചിയിലെ ഉറക്കരോഗത്തിനു പിന്നിൽ. ക്രാസ്നോർഗോസ്കിലെ ഉപേക്ഷിക്കപ്പെട്ട യുറേനിയം ഖനികളായിരുന്നു ഇതിന്റെ ഉറവിടം. ഖനിയിലെ തുരങ്കങ്ങളിൽ വെള്ളം നിറഞ്ഞപ്പോൾ അവിടെ തങ്ങി നിന്നിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് തള്ളപ്പെട്ടു. ഖനിക്കുള്ളിൽ ഉപയോഗിച്ചിരുന്ന മരത്തടികൾ നശിച്ചപ്പോൾ ഉണ്ടായ രാസപ്രവർത്തനങ്ങളിലൂടെ കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഈ വാതകം മീഥേൻ പോലുള്ള മറ്റു ഹൈഡ്രോ കാർബണുകൾക്കൊപ്പം ഇടയ്ക്കിടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടു. ഒറ്റപ്പെട്ട നിലയിൽ ഈ വാതകങ്ങളൊന്നും മാരകമായിരുന്നില്ല. എന്നാൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിനോടൊപ്പം കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണുകളും ചേർന്നപ്പോൾ സിനർജി ഇഫക്റ്റ് ഉണ്ടായി. സിനർജിസ്റ്റിക് പ്രഭാവം എന്നാൽ രണ്ട് ഉൽപ്പന്നങ്ങളുടെ സംയോജിത ഫലങ്ങൾ പ്രതീക്ഷിച്ചതിലും ശക്തമാവുന്ന അവസ്ഥയാണ്. ഇതുമൂലം ഗ്രാമീണരുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടു. ഇതാണ് അവരെ കോമയ്ക്ക് സമാനമായ ഉറക്കത്തിലേക്ക് നയിച്ചത്. 2015 കണക്കുകളെ തുടർന്ന് ഗ്രാമവാസികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു. 140-ലധികം കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് കലാച്ചി മനുഷ്യവാസമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്. ഏതാണ്ട് ഒരു പ്രേത നഗരമായി മാറിയിരിക്കുന്നു അവിടെ. ആളുകളെ മാറ്റിയതിനു ശേഷം പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യവസായ അവശിഷ്ടങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷവും എത്രത്തോളം വിചിത്രവും അപകടകരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി കലാച്ചി ഇന്നും നിലകൊള്ളുന്നു. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.